അടുത്ത നമ്മൾ കോപ്പ അമേരിക്ക വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഏതായാലും കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് വിജയത്തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാനഡയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേതൻ സാജൻ ചേരുകയാണ്. സാജൻ, വളരെ മികച്ച 2 ഗോളുകൾ. ഈ 2 ഗോളുകൾക്ക് വിജയത്തുടക്കം നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നേടിയിരിക്കുന്നു. എങ്ങനെയാണ് മത്സരത്തിന്റെ വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്ത്യയിൽ സ്ട്രീമിംഗ് ഇല്ല എന്നൊരു വലിയ നിരാശ നമുക്കൊക്കെ ഉണ്ട്. എങ്ങനെയാണ് കളിയൊക്കെ എങ്ങനെയാണ് നടന്നത്? അഞ്ജന, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ആവേശകരത്തിൻ്റെ ഒരു നാളുകളാണ് കോപ്പ അമേരിക്ക ആരംഭിച്ചു. അതിൽ തന്നെ ആദ്യം മത്സരമായ കാനഡയും അർജന്റീനയും തമ്മിലുള്ള മത്സരത്തിൽ അർജന്റീനയ്ക്ക് ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് 49-ാം മിനിറ്റിൽ ജൂലിയസ് അൽവാരസ് ആണ് ആദ്യമായി കാനഡയുടെ ഗോൾ വല ചലിപ്പിച്ചത്. ശേഷം മത്സരം കഴിയാറായി, അവസാനിക്കാറായി എന്ന് തോന്നുന്ന ആ ഒരു മൊമെൻറ്റിൽ 88-ാം മൊമെൻറ്റിൽ മാർട്ടീനസ് ഗോളടിക്കുകയായിരുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയമാണ് ഇപ്പോൾ അർജന്റീനയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഈ കോപ്പ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ആകർഷണം എന്നത് നിസ്സംശയം പറയാം ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സി ഗോൾ അടിച്ചില്ല, ആദ്യ മത്സരത്തിൽ ഗോൾ അടിച്ചില്ല എന്നുള്ളൊരു ചെറിയൊരു നിരാശ ലയണൽ മെസ്സിയുടെ ആരാധകരെ സംബന്ധിച്ചോളം ഉണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ ഗോളായ മാർട്ടിനസ് നേടിയ 2ാമത്തെ ഗോളിൽ മെസ്സിയാണ് അസിസ്റ്റ് ചെയ്തത് അവസാന നിമിഷം. ഏതായാലും കായിക പ്രേമികളെ സംബന്ധിച്ചോളം ഇപ്പോൾ യൂറോ കപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ കോപ്പ അമേരിക്കയും ആരംഭിച്ചിട്ടുണ്ട്. മൊത്തം 16 ടീമുകളാണ് ഇപ്പോൾ ഈ കോപ്പ അമേരിക്കയിലുള്ളത്. മെസ്സിയെ സംബന്ധിച്ചോളം തൻ്റെ കരിയറിൽ ഒരുപക്ഷെ അവസാനത്തെ കോപ്പ അമേരിക്കയാണ്. കഴിഞ്ഞ അവസാന ചാമ്പ്യനും അർജന്റീനയായിരുന്നു. മെസ്സി ഈ കോപ്പ അമേരിക്കൻ കപ്പിൽ മുത്തമിടാൻ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ. അഞ്ജന.